നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ. ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഗൂഢാലോചനയ്ക്കും ആക്രമണകാരണത്തിനും വ്യക്തമായ തെളിവുണ്ട് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയാണ്. ബിനിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട ഉത്തരവിന് എതിരെയാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. നേരത്തെ തന്നെ നിയമപരമായ സാഹചര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് എതിരെ സർക്കാർ അപ്പീൽ നൽകാൻ എത്തിയിരിക്കുന്ന അപ്പീൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയെ അറിയിക്കുന്നത്. ഗൂഢാലോചനയ്ക്കും ആക്രമണ കാരണത്തിനും വ്യക്തമായ തെളിവുണ്ട് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുന്നു. ബിനിൽ, വിവരങ്ങൾ. രതീഷെ, ഇതിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സർക്കാരിന്റെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേസിലെ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതാണ് ഏറ്റവും പ്രധാനമായും കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും നമുക്ക് ഈ അപ്പീൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങളാണ് സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. അതായത് കേസുമായി ബന്ധപ്പെട്ട് മതിയായ തെളിവുകൾ ഉണ്ടായിട്ടും അത് വിചാരണ കോടതി കൃത്യമായി പരിഗണിച്ചിട്ടില്ല എന്നതാണ് പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ പരാതിയായി ഈ അപ്പീലിലുള്ളത്. കേസിൽ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ അതിന്റെ മോട്ടീവും അത് തെളിയിക്കുന്നതിനാവശ്യമായ എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിലെ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആ പ്രതികൾക്കിടെ ഗൂഢാലോചനയിൽ മാത്രമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിപുലമായ ഗൂഢാലോചന, അതായത് ഈ കൃത്യത്തിലേക്ക് നയിച്ച ഗൂഢാലോചന, അങ്ങനെ ഒരു ഗൂഢാലോചനയേ ഇല്ല എന്ന നിലയിലേക്കാണ് കോടതി എത്തി നിൽക്കുന്നത്. അത് തെറ്റായ ഒരു കണ്ടെത്തലാണ് എന്നതാണ് പ്രോസിക്യൂഷൻ ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും, ദിലീപിനെതിരെ ഉൾപ്പെടെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും വിചാരണ കോടതി അതിനെ ആ ഗൗരവത്തിൽ സമീപിച്ചില്ല. വിചാരണ കോടതി തെറ്റായ നിലയിലാണ് പരിഗണിച്ചത് എന്ന് പറയുമ്പോൾ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളെ പരിപൂർണമായി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുകൂടി കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ അപ്പീലിലൂടെ. ലബിനിൽ, തീർച്ചയായും ആ അപ്പീലിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ദിലീപിനെ വെറുതെ വിട്ട നടപടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്തിരിക്കുന്നത്. ദിലീപിനെതിരെ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ തെളിവുകൾ കൃത്യമായും കോടതിയുടെ പരിഗണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചില സാക്ഷിമൊഴികളെ നിസ്സാരമായ ചില കാരണങ്ങളുടെ പേരിൽ അവഗണിച്ചിരിക്കുന്നു. ഇതാണ് പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ ആക്ഷേപമായിട്ട് ഈ അപ്പീലിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 400 പേജോളം ഉള്ള വളരെ വിശദമായ ഒരു അപ്പീൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ആയിരക്കണക്കിന് പേജുകളാണ് ഇതിന്റെ വിധിന്യായമുള്ളത്. ആ വിധിന്യായത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു അപ്പീലാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഈ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നു. മറ്റൊന്ന്, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ, പൾസർ സുനി അടക്കം ആ കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന ശിക്ഷിക്കപ്പെട്ട പ്രതികൾ, അവർക്ക് നൽകിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് എന്നാണ് ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രതികൾ അവർ ചെയ്ത കുറ്റത്തിന് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് അവരുടെ കാര്യം പോകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഈ പ്രതികളുടെ കാര്യത്തിൽ അവർ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു, പക്ഷേ അവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകിയാണ് വിട്ടയച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ദിലീപ് മാത്രമല്ല, ഈ കേസിൽ വിട്ടയച്ച ചാർലിയുണ്ട്, അതോടൊപ്പം തന്നെ ദിലീപിന്റെ സുഹൃത്ത് ശരത് ജി നായരുണ്ട്. ഇവരെയെല്ലാം ഈ കേസിന്റെ ഭാഗമായി ശിക്ഷിക്കണം എന്ന ആവശ്യം കൂടിയാണ് ഈ അപ്പീലിന്റെ ഭാഗമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും കേസിന് ഈ അപ്പീൽ നൽകാൻ 90 ദിവസത്തെ സമയപരിധിയാണുള്ളത്. ആ സമയപരിധി അടുത്ത ആഴ്ച അവസാനിക്കാനിരിക്കെയാണ് സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ ദിലീപ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ച വ്യക്തി, ആ വ്യക്തിയെയാണ് വിചാരണ കോടതി യാതൊരു തെളിവുമില്ല, ദിലീപിനെ ഈ കേസുമായി ഉൾപ്പെടുത്താൻ ഒരു തെളിവുമില്ല, കെട്ടിച്ചമച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. അവിടെയാണ് മെമ്മറി കാർഡ് ദിലീപിന്റെ കയ്യിൽ എത്തി, അതിന് തെളിവുണ്ട്. അത് പക്ഷേ വിചാരണ കോടതി തള്ളിക്കളഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന നിലയിൽ കൂടിയല്ലേ ഇപ്പോൾ ഈ അപ്പീലിന്റെ ഭാഗമായി, നിയമോപദേശത്തിന്റെ നിയമപരമായ പരിശോധനകളുടെ ഭാഗമായി ഈ അപ്പീലിലൂടെ സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഭാഗമായി മാറല്ലേ? മെമ്മറി കാർഡ് ദിലീപിന്റെ കയ്യിൽ എത്തി എന്ന് തെളിവുണ്ടായിട്ടും അത് വിചാരണ കോടതി പരിഗണിച്ചില്ല, ആ മുഖവിലക്കെടുത്തില്ല എന്ന വാദം. തീർച്ചയായും, അതായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അപ്പീലിന്റെ ഭാഗമായി ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒന്ന്, ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ കോടതി അവിശ്വസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
അത് അവിശ്വസിക്കാൻ കഴിയുന്ന മൊഴിയല്ല എന്നതാണ് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ നൽകുന്ന അപ്പീലിൽ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ശക്തമായ തെളിവുകൾ ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ ഭാഗമായി, അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന നടത്തിയ മറ്റ് ലാപ്ടോപ്പുകളുടെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം കൃത്യമായും വിചാരണ നടത്തിയ തെളിവുകൾ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കോടതി അത് അവഗണിക്കുകയാണ് ചെയ്തത്. ബാലചന്ദ്രകുമാറിനെ അവിശ്വസിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മെമ്മറി കാർഡ് നേരത്തെ തന്നെ ദിലീപിന്റെ കൈവശം എത്തിയിട്ടുണ്ട്, അതിന്റെ ഒരു പകർപ്പ് എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോടതി അത് വിശ്വസിക്കുന്നില്ല. ഈ മെമ്മറി കാർഡ് ദിലീപ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കോടതിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അഭിഭാഷകരുടെ ഒപ്പം അത് പരിശോധിച്ചു എന്നതിനപ്പുറത്ത് ദിലീപിന്റെ കയ്യിലേക്ക് ആ മെമ്മറി കാർഡ് എത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് കോടതി എത്തിയിരിക്കുന്നത്. പക്ഷേ അത് ശരിയായ നിഗമനമല്ല. അവിടെ മെമ്മറി കാർഡ് ദിലീപിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നതിന് മതിയായ വിശ്വസിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ട് എന്നതാണ് അപ്പീലിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വിചാരണ കോടതി എന്തുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു അതിന് അക്കമിട്ട് നിരത്തി സർക്കാർ എതിർവാദവുമായി എത്തിയിരിക്കുന്നു. അതായത് ഇതിൽ ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടായിട്ടും വിചാരണ കോടതി അതൊന്നും പരിഗണിക്കാതെയാണ് ദിലീപിനെ വെറുതെ വിട്ടത് എന്നതാണ് പ്രധാന വാദമായി ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ അപ്പീലിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഗൂഢാലോചനയ്ക്കും ആക്രമണ കാരണത്തിനും വ്യക്തമായ തെളിവുണ്ട് എന്നാണ് സർക്കാരിന്റെ ഹൈക്കോടതിയിലെ നിലപാട്. തെളിവുകളെ വിചാരണ കോടതി പരിഗണിച്ചത് തെറ്റായ നിലയിലാണ്. സാക്ഷിമൊഴികളെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് വിചാരണ കോടതി തള്ളിക്കളഞ്ഞു. ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിചാരണ കോടതി അവിശ്വസിച്ചത് തെറ്റാണ്. മെമ്മറി കാർഡ് ദിലീപിന്റെ കയ്യിൽ എത്തി എന്നതിന് തെളിവുണ്ടായിട്ടും അത് കോടതി തള്ളിക്കളഞ്ഞു. പൾസറിന്റെ ശിക്ഷ ഉയർത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ അപ്പീലിലൂടെ കോടതിക്ക് മുന്നിലേക്ക് സർക്കാർ നിലപാടായി വയ്ക്കുന്നത്.